ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കണ്ണൂരിൽ നിധികുംഭം കണ്ടെത്തി എന്നുള്ളതാണ്. ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധികുംഭം ലഭിച്ചത്. പോലീസിന് കൈമാറിയ നിധികുംഭം കോടതിയിൽ ഹാജരാക്കി. ഇതിന്റെ വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ നിധികുംഭം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ നിധി അടങ്ങിയ നിധി പാത്രം ലഭിക്കുന്നത്. ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് 13 സ്വർണ്ണ ലോക്കറ്റുകൾ, 17 മുത്തുമണികൾ, 4 പതക്കങ്ങൾ, 5 മോതിരങ്ങൾ, കമ്മലുകൾ, വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഉള്ളത്. ഇതിന്റെ ഈ നിധികുംഭം കിട്ടിയത് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും ഇത് പോലീസിന് കൈമാറുകയും ചെയ്തു. പിന്നീട് തളിപ്പറമ്പ് കോടതിയിൽ ഇത് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുത്ത് മറ്റു പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇതിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇത് സ്വർണം പൂശിയതാണോ അല്ല യഥാർത്ഥ സ്വർണമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ പരിശോധന നടത്തുന്നത് പുരാവസ്തു വകുപ്പായിരിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുഴി നിർമ്മിക്കുന്നതിനിടെ ഈ ഒരു പാത്രം അടങ്ങുകയും അത് തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള മൂല്യമേറിയ വസ്തുക്കളാണെന്ന് സംശയിക്കുന്നവ കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും ഇത് ഇപ്പോൾ പോലീസ് ഏറ്റെടുത്ത് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി പുരാവസ്തു വകുപ്പ് ഇത് വിശദമായ പരിശോധന നടത്തും. പ്രിയ, സന്തോഷ്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഇത്തരത്തിൽ? കാരണം ഇപ്പോൾ ഈ കൂടോത്ര വാർത്തയൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇങ്ങനൊരു കാര്യം കിട്ടുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഈ മേഖലയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചരിത്രം വല്ലതും ഉണ്ടോ? ഇത് ഒരു മലയോര മേഖലയാണ്. കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മലയോര മേഖലയാണ്. അത്തരത്തിൽ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ ഉള്ള പ്രദേശമൊന്നുമല്ല. നേരത്തെയും പഴയ കാലത്തുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിൽ അമൂല്യമായിട്ടുള്ള ചില വസ്തുക്കൾ മോഷണം ചെയ്യപ്പെടാതിരിക്കാൻ ഇത്തരത്തിൽ കുഴിച്ച് മൂടി വെക്കാറുണ്ട്. പഴയ കാലത്ത് ആളുകൾ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് സൂക്ഷിച്ചു വച്ചതാകാം എന്നുള്ളതാണ് പഴമക്കാർ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇതിന്റെ ഈ നാണയങ്ങളിൽ വർഷം ഉൾപ്പെടെ രേഖപ്പെടുത്തി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാലപ്പഴക്കം എത്രയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയുമില്ല. പുരാവസ്തു വകുപ്പ് ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു വസ്തുക്കളെ സംബന്ധിച്ച് അതിന്റെ കാലപ്പഴക്കവും മറ്റും നിശ്ചയിക്കുന്നത്. മാത്രമല്ല, ഇത് അപൂർവമായിട്ടുള്ള മൂല്യമായിട്ടുള്ള വസ്തുക്കൾ ആണെങ്കിൽ 1968 കേരള ട്രഷർ ട്രോവ് ആക്ട് പ്രകാരമാണ് ഈ നിധി ഇനി കൈകാര്യം ചെയ്യേണ്ടത്. അതിന്റെ സ്റ്റേറ്റിന്, ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിനും ഒക്കെയാണ് അതിന്റെ അധികാരമുള്ളത്. അത് കൃത്യമായി പുരാവസ്തു വകുപ്പിന് കൈമാറി പരിശോധന നടത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ അത് പുരാവസ്തു വകുപ്പ് സൂക്ഷിക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയുമാണ് ചെയ്യുക. പ്രിയ, ശരി. ഏതായാലും കണ്ണൂരിലാണ് നിധികുംഭം കണ്ടെത്തിയിരിക്കുന്നത്. ആ വാർത്ത വരുന്നത് ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധികുംഭം ലഭിച്ചത്. ഇതിപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായി പഠിച്ച ശേഷം എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും.